എവിടെ പോയി കിടക്കാം ഇവനൊക്കെ ഒരിടത്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ എങ്ങും വരത്തുമില്ല. ചുമ്മാ അതിനെ ഇത് തെക്കോട്ടും പടക്കോട്ടും നടക്കാനില്ലാത്ത വേറൊന്നും വരത്തില്ല. ജോസ് ഡോക്ടർ നല്ല ശീലമല്ല. അങ്ങനെ ഞാൻ അശ്ലീലങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഒന്നും കാണിച്ചിട്ടില്ല. എന്റെ അടുത്ത് കാണിക്കരുത്. നിനക്കെന്നെ അറിയില്ല. മനസ്സിലായല്ലോ? ഞാൻ ആരാണെന്നറിയോ? ഇല്ല, അറിയില്ല. ഞാൻ മൂരിക്കാട് ജോസ്. പണ്ട് പന്തളത്ത് 1916 ഒരു 20 പേരുമായിട്ട് വെട്ടുണ്ടായി. പുറം മുഴുവൻ കുത്തി കെട്ടി അങ്ങ് വെച്ചിരിക്കുക. ഈ പള്ളയുടെ ഈ വശം ആ പോണ്ടിച്ചേരി വെട്ടുക. കാരണം പാണ്ടിക്കാര്, മനസ്സിലായല്ലോ? അതുകൊണ്ട് വലിയ അഭ്യാസവും പ്രകടനമൊന്നും വേണ്ട. പിന്നെ എന്താണ് കാര്യം? എന്താ ഇവിടെ എന്താണ് കാര്യം? കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൈയുടെ ഇവിടെ ഒരു ചെറുതായിട്ടൊരു മറുക് പോലെ എന്തോ ഇങ്ങനെ കറുത്തിട്ട് വരുന്നു. കയ്യിൽ ഇവിടെ ഇത് രക്തം കട്ട പിടിച്ച് കിടക്കുന്നതല്ലേ, അത് കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു സംഭവം കൊണ്ട് മാറാനുള്ള കേസ്. ആലീസേ. യെസ് ഡോക്ടർ. പ്ലീസ് കം. ആലീസ് ഡോക്ടറെ, എന്താ ഒരു നേഴ്സോട് ഒരു ഞങ്ങള് വേറെ കാര്യം. ഞങ്ങള് വേണ്ട, എന്റെ അടുത്ത് വലിയ അഭ്യാസമൊന്നും വേണ്ട, മനസ്സിലായല്ലോ? എന്റെ ജീവിതത്തിൽ എന്റെ ഒരു ഉറുമ്പ് പോലും കഴിച്ചിട്ടില്ല. പിന്നെ ഇയാളാണ് ഇവിടുത്തെ വലിയ ദാതയാണെന്ന് പറഞ്ഞ് വീമ്പിളക്കിയത്. അതല്ലല്ലോ, അങ്ങനെ എല്ലാ ദാതാക്കന്മാരും ഇച്ചിരി വീമ്പിളൊക്കെ ഇച്ചിരി കൂടുതലാ. പിന്നെ ഞാൻ എനിക്കങ്ങനെ ആരും പേടിയൊന്നുമില്ല, അറിയാവോ? അരിച്ചൊരു കാര്യം ചെയ്യും, അകത്തേക്ക് ചെല്ലേ കേട്ടോ. എന്താണ് കാര്യം? എന്താ പൊട്ടാണെന്ന് മനസ്സിലായി. പാടും പാട്ട് പാടിക്കേ പാടിക്കേ. തന്റെ കാര്യം എന്താണ്? എന്താണ് എന്താണ് തന്റെ കാര്യം? എന്താ പ്രശ്നം? എന്താണ് തന്റെ അസുഖം? അസുഖം എന്താണ്? അത് തന്നെ. രാവിലെ 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 വയറാത്ത പ്രശ്നം പ്രശ്നം പ്രശ്നം. അത് ശരി, അങ്ങ് പോവാ ബുങ്കാര പോലെ. ഓ അത് ശരി, രാവിലെ ബാത്റൂമിൽ ബുങ്കാര. ഭയങ്കര പ്രശ്നം. ഒരു രാവിലെ എന്താ കഴിച്ചത്? ഓ എവിടോ രാവിലെ 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 കഴിച്ചു. എന്താ കഴിച്ചത്? രാവിലെ 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 കൊയ്ത്തോ കൊയ്ത്തോ നെല്ലിടിച്ച് വെള്ളം ഒഴിച്ചു. എടാ ഒന്ന് പാത്രൊന്ന് പറ, എന്നാ സാധനം എന്നാന്ന് പറയാ. അരിക്ക് എപ്പോഴും മനസ്സിലായി. അത് എന്താ ഭൂഖാരാര? പൊടി എടുത്ത് കൈ വെച്ചു വൃത്തികേട് കാണിക്കാന്ന് പറഞ്ഞില്ലേ? വൃത്തികേട് കാണിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എടുത്ത് കൈ വെച്ചു. എന്റെ ദൈവമേ, രാവിലെ ഡോക്ടറെ കാണാൻ ഇറങ്ങിയത്. അപ്പൊ ഇതന്നെ ഇവിടെ രണ്ട് പൊട്ടന്മാരാ.
ഇതിപ്പോ ആരാ ഡോക്ടറെന്ന് തിരിച്ചറിയണം. ഒരു പണി ഇവന്മാരുടെ ഭാഷയിൽ തന്നെ അങ്ങ് ചോദിക്കാം, അതാ നല്ലത്. അല്ലാതെ പറ്റിയ ആരാ ഇയാള് ചോദിക്കുന്ന ഇവിടുത്തെ ഡോക്ടർ ആരാണെന്ന് തനിക്ക് വാ തുറന്ന് പറയാൻ പറ്റില്ല. താൻ ഇവിടുത്തെ ഡോക്ടർ. അജിത ജയമാ പാമ്പടിക്കൊണ്ട് ഈ കയ്യങ്ങളെ മാറ്റി വെക്കാം. ഒരു പേടിയില്ല, ഒരു സാധനത്തിന് ഇങ്ങനെ ഒന്ന് വലിച്ചു പോയല്ലോ ഈശ്വരാ. എന്റെ അച്ഛാ, ഈ പഴം ജ്യൂസ് റേഡിയോ മാറ്റി വെച്ചിട്ട് ടി വി മേടിച്ച് വെക്കാൻ പറ്റില്ല വീട്ടിൽ. റേഡിയോ വാങ്ങിച്ചിട്ട് വെച്ചിട്ട് തന്നെ നിന്റെ ഗതി ഇതാ. നമ്പൂതിരിയുടെ യാതൊരു ലക്ഷണവും ഇല്ല. അപ്പൊ പിന്നെ ടി വി മേടിച്ചു വെച്ചാൽ എന്തായിരിക്കും ഉണ്ണിയെ നിന്റെ ഗതി? ഞാൻ നമ്പൂരിയൊന്നുമില്ല, പിന്നെ പ്രേമോ അല്ല നിനക്ക് ചിത്തഭ്രമം. അത് പാരമ്പര്യമായിട്ട് കിട്ടിയ. അച്ഛൻ ഒരുപാട് ഉത്സവങ്ങൾ നടത്തി ശീലമുള്ളതാണെന്ന് അറിയാലോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കല്യാണം കൂടി തന്നെ നിനക്ക് നോട്ടീസ് അടിക്കണ പോലെ തന്നെ അടിച്ചു തരാം. അപ്പൊ എഴുതി എടുത്തോളൂ. ഹെഡിങ് കല്യാണം മഹാമഹം. കല്യാണം ഹമാം ഹമാം. ഹമാം ഹമാം അല്ല മഹാമഹം. ഓ കല്യാണം മഹാമഹം. അത് തന്നെ. ഭക്തജനങ്ങളെ. ഭക്തജനങ്ങളെയോ? ബന്ധുമിത്രാദികളെ പകരാണ് ഭക്തജനങ്ങളെ. 2 ദിന കാര്യപരിപാടികൾ. 2 കാര്യപരിപാടികൾ 2 ദിവസം ഉണ്ടല്ലോ, തലേന്നും പിറ്റേന്നും. അപ്പൊ അതിൽ ഒന്നാം ദിവസം രാവിലെ ധനുരാശിയിൽ വിറക് കീറൽ. ധനുരാശി വിറക് കീറുന്നതിനെ രാശി നോക്കുന്നേ? എല്ലാം അതിന്റെ മുറയ്ക്ക് തന്നെ നടക്കണം. അച്ഛന്റെ ഒരു കാര്യം. അതിനുശേഷം കലം കുട്ടളം വരവ്. കലം കുട്ടളമൊക്കെ ടാക്സി ഹൗസ് എടുത്തോണ്ട് വരണ്ടേ? റൂട്ടിലെടുത്തപ്പോ കലം കുട്ടളം വരവ്. അതിനുശേഷം മുഖ്യതന്ത്രിയെ ആനയിക്കൽ. മുഖ്യതന്ത്രിയോ? മുഖ്യതന്ത്രി എന്ന് പറഞ്ഞാൽ മുട്ടസംപോരി ഇവിടെ പാചകം ചെയ്യാൻ ഏൽപ്പിച്ചില്ലേ പാചകക്കാരൻ. ആനയിച്ചു കൊണ്ടുവരണ്ടേ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ട്. അതിനുശേഷം അയാളുടെ വേളാങ്കം കഴിഞ്ഞാല് ഉച്ചപൂജ എന്ന് പറഞ്ഞാൽ നല്ല ഫുഡിങ്. മേലിമാര് വന്നിട്ട് തീറ്റ തിന്നല്ലോ. ഉച്ചതിന് ശേഷം വിശ്രമം കഴിഞ്ഞ് സന്ധ്യക്കാണ് കാര്യപരിപാടികൾ തുടങ്ങുന്നത്. സന്ധ്യക്ക് ആദ്യത്തെ പരിപാടി അത്താഴ പൂജ. അപ്പൊ എഴുതുക അത്താഴ പൂജ. അത്താഴം കടിക്കണ്ടേ? അത്താഴ സദ്യ. അതാണ് അത്താഴ പൂജ. അതിനുശേഷം 9 മണിയോടുകൂടി മദ്യസേവ. നിന്റെ കുറെ വഷളന്മാരായ കൂട്ടുകാര് വരും. അവർക്ക് ഓരോ അണീബി ഒപ്പിയാറൊക്കെ മേടിച്ച് മദ്യസേവ, നല്ല മദ്യസേവയായിട്ട് അവരെ വിളിക്കട്ടെ. അതിനുശേഷം 10 മണിക്ക് അഷ്ടമംഗല്യ പ്രശ്നം. നിന്റെ കൂട്ടുകാരല്ലേ, അവര് വെള്ളം അടിച്ചാൽ വെറുതെ ഇരിക്കോ? ഈ വെള്ളം അടിച്ച ശേഷം ഇവർ അപ്പുറത്തെ വീട്ടിൽ കപ്പ മാന്താൻ പോയി, അവിടെ ഒളിഞ്ഞു നോക്കാൻ പോയി, സൈക്കിളിന്റെ കാറ്റഴിച്ചിട്ട് ഓരോ പ്രശ്നങ്ങളില്ലേ, അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അഷ്ടമംഗല്യ പ്രശ്നങ്ങള്. അതിനുശേഷമാണ് 10:30 ശുദ്ധി കലശം. ഇതുങ്ങളെയൊക്കെ ഒലക്കെ എടുത്തിട്ട് ഞാൻ ഓടിച്ചു വിടുന്ന ഒരു ബഹളമുണ്ട്. തറവാട്ടി പറഞ്ഞല്ലേ നമ്മള്, എന്റെ കൂട്ടുകാരല്ലോ. അപ്പൊ ഇതുങ്ങളൊക്കെ അങ്ങനെ 4 പാട് ഓടിച്ചു വിടുക. ശുദ്ധി കലശം. ശേഷം കാഴ്ച ശീവേലി. അതെന്തോ സാധനം? ഞാനൊരു ടോർച്ച് ആയിട്ട് ഇറങ്ങും. കിണറ്റിലോ കുളത്തിലോ പറമ്പിലോ എവിടെയെങ്കിലും ഒക്കെ ഓരോ ചത്ത് ബോധം കെട്ട് കിടക്കണ്ടോ നോക്കണ്ടേ? ഇല്ല, എന്റെ കൂട്ടുകാരെ ടൈപ്പ് ഒന്നുമില്ല. അല്ല, പറയാൻ പറ്റില്ല. നീയേ ടൈപ്പാ, പിന്നെ കൂട്ടുകാർ പറയാനില്ലല്ലോ. അപ്പൊ ഇവരെ ഓരോരുത്തരെ അങ്ങനെ ഒഴിവിട്ട് കഴിഞ്ഞാൽ 1-ാം ദിവസത്തെ പരിപാടികൾ സമാപ്തം. തീർന്നു. 2-ാം ദിവസം കല്യാണ ദിവസം രാവിലെ 5:30 പള്ളി ഉണർത്തൽ. അത് ഇവിടുത്തെ അതിന്റെ കാര്യമില്ലല്ലോ. നീ ചെറുതടിക്കില്ലേ തലേന്ന്? 2-3 അടിക്കും. നീ ബോധം കെട്ട് കിടക്കില്ലേ? രാവിലെ വെള്ളം കൊല്ലൊഴിച്ച് എണീപ്പിക്കണ്ടേ? എണീപ്പിക്കണേനാണ് പള്ളി ഉണർത്തൽ. ഉണർത്തുന്നില്ല ഞാൻ. അതിനുശേഷം വേട്ടയ്ക്ക് പുറപ്പാട്. താലി മാല സാധനങ്ങളൊക്കെ എടുത്തിട്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു ട്രാവലോ. അതാണ് നമ്മുടെ വേട്ടയ്ക്ക് പുറപ്പാട്. അതിനുശേഷമാണ് താലികെട്ട് സപ്താഹം. താലികെട്ട് സപ്താഹം എഴുതുക. താലികെട്ട് സപ്താഹത്തിന് ശേഷം ഗംഭീര കാവടി വരവ്. ഇവരെല്ലാം കൂടെ നമ്മുടെ വീട്ടിലേക്ക് എഴുന്നള്ളിച്ചു. എന്റെ മകനാങ്ങളെ സാധനങ്ങൾ അവരുടെ സ്വർണം പണ്ടം കിട്ടിയാലായി നിനക്കല്ലേ. അപ്പൊ അവരേക്ക് ഇങ്ങനെ കൊണ്ടുവരാനാണ് കാഴ്ച വരവ്. അപ്പോ അതിനുശേഷം താഴെ NB എന്ന് എഴുതുക. NB എന്ന് വെച്ചാ നമ്പൂതിരിക്ക് പറയാനുള്ളത്. വീടിന്റെ നടക്കൽ പ്രസന്റേഷൻ വെക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. എന്റെ അച്ഛൻ എഴുതേണ്ട കാര്യമില്ല. ആൾക്കാർ വല്ല ക്ലോക്കോ വിളക്കോ തരട്ടെ, നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. 50 രൂപയിൽ കുറഞ്ഞ വഴിപാടുകൾ സ്വീകരിക്കുന്നതല്ല. അങ്ങനെയൊക്കെ എഴുതുന്ന നാണക്കേടാണ്. അച്ഛനൊരു 50 രൂപ കിട്ടണോണ്ട് ഉണ്ണിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാ മടിക്കാതെ അങ്ങോട്ട് എഴുതുക. രാത്രി 10 മണിക്ക് ശേഷം. ഉച്ചയ്ക്കാണ് എന്റെ കല്യാണം നടന്നത്. അതെ, ഇപ്പൊ രാത്രി 10 മണിയായില്ലേ? ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. നീ 10 മണിക്ക് ശേഷം എന്താ ഉണ്ണി കാട്ടാൻ പോണേ? വമ്പിച്ച കാര്യം പറയാം. ഇവനെ എവിടെ പോയി കിടക്കുവാണോ ദൈവമേ. നമുക്കൊരു സന്തതിയുണ്ട്. അവൻ്റെ ക്രിക്കറ്റ് കളി മാറട്ടെന്ന് വിചാരിച്ച് അവനെ പിടിച്ച് ഞാൻ പെണ്ണ് കെട്ടിച്ച്. അവൻ രാവിലെ താലി കെട്ടി കഴിഞ്ഞ് ഇറങ്ങിപ്പോയാൽ ഇതുവരെ അവൻ ഇവിടെ വന്നിട്ടുണ്ടോ നോക്കി. ദൈവമേ,
എടാ പൗലോസേ, ക്യാച്ച്. ഛ, എന്നതാണ് ക്യാച്ചോ? ഹലോ മൈ ഡിയർ കോച്ച്. എടാ കോച്ചല്ല, നിന്റെ അച്ഛനല്ല, മനസ്സിലായോ? നിന്നെ എനിക്ക് കാണാൻ മേല, മനസ്സിലായോ? എടാ നീ എവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ രാവിലെ പാടി ഗ്ലൗസ് ഒക്കെ ഇട്ട് നെറ്റ് പ്രാക്ടീസ് ചെയ്യാൻ വരികയല്ലായിരുന്നു. എടാ നേരെ ചവനെ എഴുന്നേറ്റ് നടക്കാൻ പാടില്ലാത്ത നീ ഈ പാടും വെച്ച് കെട്ടിക്കൊണ്ട് എവിടെ നെറ്റ് ഒറ്റ ഏറ് നെറ്റ് അങ്ങ് പൊട്ടിക്കും കേട്ടോ. എടാ ആ പെണ്ണ് അവിടെ ഒറ്റ നിനക്കറിയാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാം നിനക്ക്? ഇന്ന് ഏത് ടീമായിട്ടാണ് എന്റെ മാച്ച്? മാച്ചല്ലെന്ന്. എടാ ഇന്ന് നിന്റെ ആദ്യ രാത്രിയാ. ഓഹോ, മനസ്സിലായില്ലേ? ഫസ്റ്റ് ആ നൈറ്റ്. പെണ്ണ് അവിടെ ഇരിക്കുക. ഇവിടെ ആരെങ്കിലും മിണ്ടാതെ പറയാൻ വല്ലതും ഉണ്ടോ? നീ അവിടെ പോയി, നീ അങ്ങോട്ട് വേഗം ചെന്നേ അങ്ങോട്ട്. ഓഹോ, അവിടെ ചുമ്മാ ഇരിക്കുകയാണ്. എങ്കിൽ ഞാനൊരു 6 അടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഒറ്റ ഏറ് കേട്ടോ. ഇങ്ങോട്ട് എല്ലാം കിട്ടും. ഒക്കെ ഒരു ഉണക്ക വാച്ചുമായിട്ട് അവൻ കയറി ചെല്ലുക. അങ്ങോട്ട് ചെല്ലു. ഡക്കാകാതിരുന്നാ കൊള്ളാം നിനക്ക് കേട്ടോ. ഈ ഈച്ചകളെ കൊണ്ട് തോറ്റു. അതെ, അച്ഛൻ എന്നെ പഠിപ്പിക്കുന്നു പണ്ടോ. എനിക്കറിയാം ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ. ഓ, ഗ്രൗണ്ടിൽ കാത്തിരുന്ന് മുഷിഞ്ഞല്ലേ? ഗ്രൗണ്ടോ? അല്ല, ബെഡ്റൂമിൽ. മുഷിഞ്ഞു. എത്ര നേരെ ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടെന്നറിയോ ചേട്ടാ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ? അങ്ങനെ പറയരുത്. നമ്മുടെ വൺ ഡേ മാച്ച് അല്ലേ? ആട്ടെ, നമുക്ക് മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ടോസ് ചെയ്യാം അല്ലേ? ടോസോ? അല്ല, സാധാരണ ക്രിക്കറ്റ് കളിക്കാർ മാച്ച് തുടങ്ങുന്നപ്പോൾ ടോസ് ചെയ്തിട്ടേ തുടങ്ങത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാ. ആട്ടെ, നീ എന്ത് ഈ വർഷത്തിൽ? അയ്യോ, ഇതെന്റെ കല്യാണ സാരി അല്ലേ? എങ്ങനെയുണ്ട് ചേട്ടാ? ഇതൊന്നും ശരിയാവില്ല. ഇതൊക്കെ മാറ്റണം. മാറ്റാനോ? ഇതൊക്കെ മാറ്റി പാടും ഗ്ലൗസും ഇട്ടോണ്ട് വരാൻ പറയരുത്. പാടും ഗ്ലൗസ് ഉണ്ടെന്ന് എന്ത് പാടാ എന്റെ കർത്താവേ. അല്ലാണ്ട് നിക്ക്, അതാരാ ജനൽ വഴി എത്തി നോക്കുന്നത്? കീപ്പറാണോ? അയ്യോ, അത് ചേട്ടൻ്റെ ഞാൻ പീറ്ററാ. എടാ, നീ കീപ്പ് ചെയ്യാൻ നിൽക്കുവാണെങ്കിലേ ആ പാഡിങ് ഗ്ലൗസ് ഒക്കെ ഇട്ടുണ്ടോ കേട്ടോ. ആ ഹെൽമെറ്റും കൂടി എടുത്തു. അല്ലെ ബോളങ്ങാളം വന്നിന്റെ മോന്തൊക്കെ കൊണ്ടുണ്ടല്ലോ, പല്ല് പോലും കാണത്തില്ല. കീപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ചേട്ടാ, ഇവിടെ വന്നൊന്ന് ഇരുന്നേന്നേ. അയ്യോ, എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അതെന്നാ? എനിക്ക് റണ്ണറായിട്ട് ഓടാനുള്ളല്ലേ. ചേട്ടാ, ഇവിടെ വന്നൊന്ന് ഇരിക്കാനേ. എന്ത് സ്മൂത്താന്നറിയോ ഈ ബെഡ്. ഈ പിച്ച് ശരിയല്ല. ഈ പിച്ച് ശരിയല്ല. എന്റെ വിദഗ്ധമായ അന്വേഷണത്തിൽ ഈ പിച്ചിൽ ബോൾ ടേൺ ചെയ്യാൻ സാധ്യതയുണ്ട്. ക്രീസിൽ നിന്ന് പുറത്തിറങ്ങരുത്. ബാക്കി സ്റ്റംപിങ് നടക്കും. അങ്ങോട്ട് കയറിക്കൂ. എന്ത് ചോദിച്ചാലും ക്രിക്കറ്റ് തന്നെ, ക്രിക്കറ്റ് തന്നെ. ചേട്ടാ, ഈ പാലൊന്ന് കുടിച്ചേ. പാലോ? കൊക്കക്കോള ഇല്ല ഇവിടെ? കൊക്കക്കോളയോ? അല്ല, ക്രിക്കറ്റ് കളിക്കാർ സാധാരണ കൊക്കക്കോളയാണല്ലോ കുടിക്കാറുള്ളത്. ഇവിടെ കൊക്കക്കോളയും പെപ്സി ഒന്നും ഇല്ല. ചേട്ടന് പറ്റുമെങ്കിൽ പാലൊന്ന് കുടിച്ചേ. പാലൊക്കെ കുടിക്കാം, പക്ഷേ ഷാർജ കപ്പിലാണെങ്കിൽ മാത്രമേ കുടിക്കത്തുള്ളൂ. ഇപ്പൊ കുടിക്കാം. ഇതെന്ത് കപ്പാ? ഷാർജ കപ്പ്? അല്ല, ഈ ഷാർജ ടൂർണമെന്റ് എന്ന് കേട്ടിട്ടില്ല, അതാണ്. ചേട്ടാ, എനിക്ക് ചേട്ടനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. ഒരു മിനിറ്റ്. ഇതെന്താ ഇവിടെ ടെന്നീസ് ബോൾ ഇട്ടാണ് ക്രിക്കറ്റ് കളിക്കുന്നത്? സ്റ്റിച്ച് ബോൾ? ഇത് ടെന്നീസ് ബോൾ, സ്റ്റിച്ച് ബോൾ ഒന്നും അല്ല. ഇത് ലഡുവാ. ലഡു വരുന്നു. അല്ല, വേണ്ട. അതെ, എനിക്ക് ചേട്ടനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. എനിക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് ആരെയും ഒന്ന് പരിചയപ്പെടാനേ പറ്റിയില്ല. ഇവിടെ ആരൊക്കെ ഉണ്ട് ചേട്ടാ? എന്റെ ടീമിൽ മൊത്തം 10 പേരേ ഉള്ളൂ. ടീമിലോ? അല്ല, പിന്നെ വീട്ടിൽ മൊത്തം 10 പേര്. ആരൊക്കെയാ? അച്ഛൻ ക്യാപ്റ്റൻ, ചേട്ടൻ കീപ്പർ, പിന്നെ 5 ബാറ്റ്സ്മാൻമാര്, 3 ബൗളേഴ്സ്. ബൗളേഴ്സോ? എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ. അവരിച്ചിരി ഫാൾട്ട് ആയിരുന്നു, അവരെ ടീമിൽ നിന്ന് പുറത്താക്കി. പുറത്താക്കിന്നോ? ടീമിൽ നിന്നോ? അല്ല, പിന്നെ കെട്ടിച്ചു വിട്ടു. അത് ശരി. അപ്പൊ അമ്മയില്ലേ ചേട്ടാ? അമ്മ എന്നെ പ്രസവിച്ചപ്പോൾ തന്നെ ഡെക്കായി പോയി. പിന്നെ അച്ഛൻ ഓരോ സിംഗിളുകൾ എടുത്താണ് ഞങ്ങൾ വളർത്തിയത്. അപ്പൊ അപ്പൂപ്പനോ? അതവിടെ LBW കൈയും കാര്യം ഒടിഞ്ഞു കിടക്കും. ചേട്ടാ, പിന്നെ ചേട്ടൻ ഇതിനു മുമ്പ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? എന്റെ വിക്കറ്റ് ഇന്നേ വരെ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഒരു വിക്കറ്റ് സൂക്ഷിക്കുക എന്നുള്ള ഒരു ബാറ്റ്സ്മാന്റെ ഏറ്റവും മർമ്മപ്രധാനമായ കടമയാണ്, മനസ്സിലായോ? അട്ടെ, നീ എത്ര വരെ പഠിച്ചു? ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റുപോയി. അപ്പോഴേക്കും നീ ഓൾ ഔട്ട് ആയില്ലേ? അത് എത്ര റൺസ് കിട്ടി? റൺസോ? അല്ല, എത്ര മാർക്ക് കിട്ടിയെന്ന്? 99 മാർക്ക് കിട്ടിയുള്ളൂ. ഒരു മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ നീ സെഞ്ചുറി അടിച്ചേരെ കൊച്ചു കള്ളി. അല്ല, അതൊക്കെ പോട്ടെ. നിനക്ക് സച്ചിൻ ടെണ്ടുൽക്കറെയാണോ ഇഷ്ടം, അതോ സൗരവ് ഗാംഗുലിയാണോ ഇഷ്ടം? എനിക്ക് സച്ചിൻ ടെണ്ടുൽക്കറെ ഇഷ്ടമല്ല, സൗരവ് ഗാംഗുലിനെ ഇഷ്ടമല്ല. പിന്നെ ആരെ ഇഷ്ടം? എനിക്ക് എന്റെ കൊച്ചിന്റെ അച്ഛനെ ഇഷ്ടം. കൊച്ചിന്റെ അച്ഛൻ? ഏത് കൊച്ചിന്റെ അച്ഛൻ? എന്റെ വയറ്റിൽ വളരുന്ന കൊച്ചിന്റെ അച്ഛൻ. അത് ശരി. അപ്പോ നീ പണ്ടേക്ക് പണ്ട് വിക്കറ്റ് നഷ്ടപ്പെട്ടവളാണല്ലേ? അച്ഛോ,
ഇവിടെ വന്നേ. ഇതിന് തീരുമാനം ഉണ്ടാക്കിയാലും ഞാൻ ഈ മാച്ച് എടുത്തിട്ടില്ല. എന്നതാണ് രാവിലെ കയറിയുള്ള ഒറ്റപ്പാടും പടമുള്ളത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്ത് കാര്യം? ഇവിടെ ഒരു മാച്ച് നടന്നില്ല. അതിനു മുമ്പ് സർവ്വ വിക്കറ്റും നഷ്ടപ്പെട്ട ഈ ടീമിനോട് മാച്ച് ചെയ്യാൻ എന്നെ കിട്ടത്തില്ല. മോളിഞ്ഞു വന്നേ. മോള് പേടിക്കൊന്നും വേണ്ട. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഇന്നത്തെ മാച്ച് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. Nothing official about it. ഒരു ചെമ്മബാധയിലൂടെ നടന്നു വരുന്ന രാഗിനി അമ്മൂമ്മ, മുത്തും വിക്രമൻ, മായാവിയും. എന്റെ ദൈവം, ഈ മാലകളൊക്കെ തോറ്റി എന്തായാലും മായാവി, വിക്രമൻ, മുത്ത് ശരിക്കും ഒരു തലവേദന കഥ എഴുതി. അടിക്കണമെന്ന് നമസ്കാരം ഉണ്ടെന്ന്. നമസ്കാരം ഇങ്ങനെ പറഞ്ഞ നമസ്കാരം ഇങ്ങനെ പറഞ്ഞാൽ പോരെ? ഇങ്ങനെ പറഞ്ഞ് ബാക്കിയുള്ള ബുദ്ധിമുട്ടിപ്പിക്കില്ല രാവിലെ. സാറല്ലേ സുപ്രസിദ്ധ തിരക്കഥാകൃത്തും സംവിധായകനുമെല്ലാമായ സതീഷ് അന്തിക്കാട്. ഞങ്ങളാണ് സുപ്രസിദ്ധരാകാൻ പോകുന്ന 2 മിമിക്രിക്കാര്. സാർ അപ്പൊ പുതിയതായിട്ടൊരു പടം എഴുതുന്നുണ്ടല്ലോ. ഞങ്ങളെ വെച്ച് പിടിച്ചാൽ സാറിന് ഇതൊരു ബ്രേക്ക് ആകും. ബ്രേക്ക് ആകും, ഒരു ഷടം ബ്രേക്ക് ആയിരുന്നു. ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറെ കിട്ടിയിട്ടുള്ള ഈ പടം ഒന്നും ചെയ്യാൻ അതിന് മുമ്പ് നിങ്ങൾ ചാൻസ് വെച്ചിട്ടുണ്ടോ? അല്ല, ഐശ്വര്യമുള്ളവർ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ പ്രൊഡ്യൂസർ ഓട്ടോമാറ്റിക്കലി വരുമല്ലോ. ഞങ്ങൾ 2 പേരും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മിമിക്രികൾ ചെയ്യുന്ന ഒരു ആൾക്കാരാണ് ഞങ്ങൾ. സാർ ഒരു കാര്യം ചെയ്യും, ആദ്യം ഒന്ന് കാണ് ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഞങ്ങളെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വിളിച്ചാലും ഞങ്ങൾ വരും. ഇവൻ കുറെ സിനിമാടന്മാരുടെ ഒക്കെ ശബ്ദം കൃത്യമായിട്ട് എടുക്കും. ഇപ്പൊ സാറ് ലാലു അലക്സിനെ വെച്ച് പടം പിടിച്ചാൽ ലാലു അലക്സിന്റെ ഡബിങ് ഇവൻ ചെയ്യും. പേഴ്സുണ്ടോ സാറിന്റെ കയ്യില്? അല്ല, ചെയ്തു. പേഴ്സണലായിട്ട് ചോദിക്കുക, നീ മേടയിലിട്ട് ചെന്ന മകളാണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പിന്നെ നിന്റെ പ്രസന്റേഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ ചോദിച്ചതാ. ഇല്ലെങ്കിൽ വേണ്ട, ഏക്കുന്ന സ്വത്തും സാമ്രാജ്യമൊക്കെ മോഹിച്ച് തന്നെയാ ഞാൻ വന്നത്. അത് കിട്ടാതെ ഞാൻ പോവുകയല്ല. നീ ചാൻസ് മോഹിച്ചല്ലേ വന്നു, സ്വത്ത് സാമ്രാജ്യം എന്നൊക്കെ ചുമ്മാ തിരിച്ചു പറയുന്നത്. അവന്റെ സാറ് ഓക്കെ സാറേ, എന്റെ കാര്യം എങ്ങനെയെങ്കിലും. സാറിന് പേടിയുണ്ടോ? ക്രൈം ഫയൽ സാറ് കാണാറുണ്ടോ സൂര്യ TV-യിൽ? അതിന്റെ സത്തം കേൾപ്പിച്ചു തരാം. ക്രൈം ഫയൽ കേട്ടോണേ. സമയം രാത്രി കൃത്യം 12 മണി. രാത്രിയുടെ 2-ാം യാമത്തിൽ സോമന് ഉറക്കം വന്നില്ല. ഇതാണ് ശാന്ത പതിവായി കുളിക്കാറുള്ള കുളിക്കടവ്. സംഭവം നടന്ന ദിവസം ശാന്ത കുളിക്കുന്നത് കണ്ടവരുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയുവാൻ മറക്കാതെ കാണുക ശാന്തയുടെ ക്രൈം ഫയൽ നാളെ രാത്രി 10:30. ഞങ്ങളുടെ എന്റെ കാര്യം ഓക്കെ അല്ലേ? പേടിച്ചില്ലല്ലോ. പിന്നെ ഇനി ചോദിച്ചു സാറിന് എന്നാ രണ്ട് ഇവന്റെ അടുത്ത വെറൈറ്റി സാറിന് കേൾക്കണോ? വെറൈറ്റി ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇവനെ പറ്റി സാറിന് കൃത്യമായിട്ട് അറിയാൻ മേലാത്തോണ്ട് സാർ വന്നത്. സാർ ഇപ്പൊ കമലഹാസനെ വെച്ചൊരു പടം പിടിച്ചാൽ കമലഹാസന് എത്ര രൂപ കൊടുക്കണം? 2 ലക്ഷം രൂപ വേണമല്ലോ. അഭിനയിച്ച് കഴിയുമ്പോൾ 1 ലക്ഷം, ഡബ് ചെയ്ത് കഴിയുമ്പോൾ 1 ലക്ഷം അല്ലേ നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ വേറൊരു പണിയുണ്ട്. സാർ കമലഹാസനെ വിളിച്ച് അഭിനയിപ്പിച്ചിട്ട് 1 ലക്ഷം കൊടുത്ത് വിടുക, ബാക്കി 1 ലക്ഷം കയ്യിലിരിക്കാണല്ലോ. ഇവനെ വിളിച്ച് ഡബ് ചെയ്തിട്ട് ആ 1 ലക്ഷം ഇവന് കൊടുത്താൽ മതി. അപ്പോഴും സാറിന് 1 ലക്ഷം രൂപ ലാഭമല്ലേ? சின்ன வயசுலிருந்து எல்லாருமே நல்ல தைரியமான பிள்ளை என்று தான் சொல்லுவிதம். நானும் அப்படித்தான் இருந்தனும். ஆனா கொஞ்ச நாளா ஏதோ ஒரு பயம்தான் டாக்டர். காடு பயம் எனக்கு, வீடு பயம் எனக்கு, கூடு பயம் எனக்கு, குளம் பயம் எனக்கு, ஞண்டு பயம் எனக்கு, செண்டு பயம் எனக்கு, செண்டுக்குள்ளே இருக்க வண்டும் பயம் எனக்கு. எல்லாம் சிவமயம் என்று சொல்லும் போது என்னை பொறுத்த வரைக்கும் எல்லாமே ഭയമയംதான். എനിക്ക് ഭയങ്കര ഭയമാണ്. പക്ഷേ സാറോർക്കൽ ഈ ഭയമുള്ളവരെയും വിളിച്ചുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. എന്നാ കാര്യം എന്നറിയോ? ഇവൻ മിമിക്രി കോളേജിൽ നിന്ന് ഡിപ്ലോമ എടുത്തുകൊണ്ട് വന്നവനാ. ഇങ്ങനെ വൃത്തിയുടെ കാണിച്ചാണ് ആരോട് വന്നത്? മാന്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോരാ, അതിന് വല്ല പിള്ളേരെ ഡിപ്ലോമ എടുത്തിട്ട് വരേണ്ട കാര്യമുണ്ടോ? പിന്നെ പേനയോ പെൻസിലോ പുസ്തകമൊക്കെയാണ് സാധാരണ പിള്ളേരെ അങ്ങനെ എടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഡിപ്ലോമ എടുക്കാൻ മോശമാണ്. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ അവിടെ പഠിക്കുന്ന പിള്ളേർക്ക് പിന്നെ എന്റെ അടുത്ത് കൊടുക്കും. അവിടുന്ന് ഡിപ്ലോമ കൊടുക്കാൻ അവിടെ വേണ്ടേ? അത് അങ്ങോട്ട് സാധനം ഇങ്ങോട്ട് പറഞ്ഞ കാര്യമുള്ളൂ. അപ്പൊ ഒരു സംവിധാനം പോലീസിൽ പിടിച്ചോളൂ. അതല്ല പറഞ്ഞത്. ഇവൻ അങ്ങനെ അന്യന്റെ സാധനം എടുക്കുന്നവനൊന്നും അല്ല. ഇവൻ അന്യന്റെ സൗണ്ട് എടുക്കുന്നവനാ. മറ്റേ സാധനം അന്യന്റെ സാർ അന്യൻ പടം കണ്ടോ? എനിക്കൊരു പ്രൊഡ്യൂസറെ പിടിച്ചിട്ട് ഈ പടം ഇറക്കി എന്റെ പടം കാണാൻ വേണ്ടിയിരിക്കുക. സാറേ അതല്ല, വിക്രം അഭിനയിച്ച അന്യൻ എന്ന് പറഞ്ഞൊരു പടം തമിഴിൽ ഇറങ്ങി. സിനിമയെ പറ്റി വല്ല അറിയാമെങ്കിലല്ലേ നീ അന്യന്റെ സത്തം കേൾപ്പിച്ചു കൊടുക്കും. എന്നാ பூச்சி பிராணி கையாளாத கேஸ் எங்க தப்பு நடந்தாலும் கம்ப்ளைண்ட் கொடுத்துக்கிட்டு கேஸ் போட்டுக்கிட்டு அழகிட்டு இருப்பானுங்க. அவனால எந்த அந்நியத்தையும் நிறுத்த முடியாது. ஆனால் நான் நிறுத்துறேன். தர்மான் பரித்திய
മാമേഘം സർവം പ്രജ മൃത്യോന്മായേ മാപ്യസം മോക്ഷയിസ്യാമി മാക്ഷ്യസ. കുഞ്ഞിന് അന്യനല്ല, എന്റെ അനിയൻ സൂപ്പർ സൂപ്പറാണല്ലോ. അപ്പൊ ഡേറ്റും സമം പേയ്മെന്റ് നമ്മൾ വന്ന് അഭിനയിച്ചു തരും കാര്യത്തിൽ കൃത്യമായിട്ട്. കാര്യം ചോദിക്കട്ടെ, നിങ്ങളിപ്പോ നന്നായിട്ട് മിമിക്രി ചെയ്ത് നന്നായിട്ട് പെർഫോം ചെയ്ത് നിങ്ങൾക്ക് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഉണ്ടോ? സ്റ്റേജ് ഞങ്ങളുടെ ജീവിക്കുന്ന സ്റ്റേജ് പരിപാടിയും കൊണ്ടല്ലേ ഇഷ്ടം പോലെ പരിപാടിയുണ്ട്. ജീവിക്കാനുള്ള കാശൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? ജീവിക്കാൻ കുഴപ്പമില്ല, നമുക്ക് ജീവിച്ചു പോവാം. ഇന്നത്തെ കാലത്ത് മിമിക്രി ഉണ്ട്, 300 രൂപ കിട്ടുമായിരിക്കും. 300 10 വർഷം മുമ്പ് സാർ. ഇപ്പൊ ഞങ്ങളൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആവും, നല്ല പേയ്മെന്റ് ഉണ്ട്. എങ്ങനെ പോയാലും 500 രൂപ കിട്ടും. 500 അല്ല 750 രൂപ കിട്ടും ഒരു സ്റ്റേജിൽ. ഇവന് 750, എനിക്ക് 700. ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ അരമണിക്കൂർ ഷോയ്ക്ക് 1500 രൂപ ഞങ്ങൾ മേടിക്കുന്നത്. എത്ര കിട്ടും? 1500 രൂപ ഞങ്ങൾക്ക് ഒരു ഇതിന് കിട്ടും. രണ്ടുപേർക്കൂടെ 1500 രൂപ. മാസത്തിൽ 3-4 പേരുടെ കാണുമായിരിക്കും. അപ്പൊ ബാക്കി 10-15 ആര് കളിക്കും സാറേ? ഞങ്ങൾക്ക് ഒഴിവില്ല. 25 പരിപാടി ഒരു മാസം. ഞാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസം അറിയോ? 25 പരിപാടി ഉണ്ട് സാറേ. 25 പരിപാടി ഉണ്ട് ഒരു മാസം? ഉണ്ട്, ഈശ്വരനാണ് അത്. ഉണ്ട്. 25 പരിപാടി. 25 പരിപാടി 25 × 1500 32,000 രൂപ കൃത്യമായിട്ട് കിട്ടും. സത്യമായിട്ടും 32,000 രൂപ ഒരു മാസം കിട്ടും. സത്യമായിട്ടും കിട്ടും. ഈ കഥ എഴുത്ത് നിർത്തി മക്കളെ, എന്നെ കൂടെ മിമിക്രിക്ക് കൊണ്ടുപോകണം.